സുഹൃത്തുക്കളെ ഓണം അമ്മേ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കള്ളി റോസി ഓണമാണ്. ജാഗിരി സ്വീറ്റ് ചിപ്സ് ശർക്കര വരട്ടി അങ്ങനെ പറയാ. കള്ളി റോസി എടാ നീ അതിനകത്ത് കയറ്റല്ലേ കേട്ടോ ലാസ്റ്റ്. ലോട്ട് ഓഫ് പട്ടികൾ ചെറുപഴം. ഇതെന്താന്ന് എനിക്ക് മറന്നു. ഇതെന്തായിരുന്നു? ഇത് വെള്ളരിക്ക. മുരിങ്ങാക്കോൽ കൊറേ ഉണ്ടല്ലോ. കൺഫേം. ഇതിന് 50 രൂപയാണെങ്കിൽ ഡോൺ ഉദ്ദേശിച്ച് 2 എണ്ണമാണ്. അപ്പൊ 100. പൈസ നോക്കണേ. പിന്നെ റൈസ് അട. റൈസ് അടയോ? മറ്റേ പാലടയാണോ ഉദ്ദേശിച്ചത്? റൈസ് അട സത്യം. എടാ ഇവള് കോവക്കാന്നാണ് എഴുതിയത്. ഞാൻ കാവക്ക. കോവക്കാന്നാണ് എഴുതിയത്. കാവക്ക. ഞാനിത് എന്ത് പച്ചക്കറി എന്ന് ആലോചിക്കായിരുന്നു സത്യമായിട്ടും. ഇനി ഇതാരാ? ഇവള് പോയില്ലേ? ഓണത്തിനുള്ള പ്രിപ്പറേഷൻസ് ആണ് കഴിച്ചത്. മാറിക്കടി എടി മാറടി. മാറടി. ഇവിടെ തള്ളതല്ലുണ്ട്. നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിവിടെ ആർക്കും ഇഷ്ടമല്ല. എന്താ അറിയോ, കറി ഒഴിക്കുമ്പോ റൈസ് ഫുള്ള് തിന്നും. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ 3 കിലോ അല്ലെങ്കിൽ പൊന്നീരി വേണ്ട. റോസി 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 റോസി. ഗൈസ് ഇവിടുന്ന് നമ്മൾ ഒരു ലോഡ് സാധനം എടുത്തു. ക്യാഷ് ഡീൽ ചെയ്യുന്നു. ആൽബി പൈസ എറിയണം. ബില്ല് ഇരുന്നോട്ടെ. നല്ലല്ലേ? സ്പ്ലിറ്റ് ഉണ്ടോ? ചാക്കായി സാധനങ്ങൾ. പഴം. ഒരു മുരിങ്ങക്കോലുണ്ടോ? ഇപ്പോഴുള്ള ഹൈറ്റ് ഉണ്ടല്ലോ. എന്താ വാടാ വാടാ. ഞങ്ങളപ്പോൾ ഓണം പർച്ചേസ് കഴിഞ്ഞ എല്ലാവരും വീട്ടിലിരിക്കുന്നു. ഇവള് വീട്ടിലിരിക്കുന്നു. സെക്യൂരിറ്റി ആയിട്ട് സിക്കായിരുന്നു ഗൈസ്. അവള് സിക്കായിരുന്നു. സാധനം നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞു ടേബിൾ കാണിച്ചു കൊടുത്തു. ക്യാമറമാൻ സാധനങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ബാക്കി കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. കുറച്ച് സാധനങ്ങൾ അടുക്കളയിലുണ്ട്. എല്ലാം കൂടി ഇവിടെ വെച്ചിന് ഇത് പൊട്ടും. അതുകൊണ്ട് ഞങ്ങൾ വെച്ചില്ല. നാളെയാണ് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. തേങ്ങയുണ്ട്, ചിപ്സ് ഉണ്ട്, ശർക്കരയുണ്ട്. ഹായ് ഗായ്സ്, ശുഭദിനം. ഞങ്ങളപ്പോൾ ഓണമായിട്ട് പൂ പറിക്കാൻ പോകുന്നു. അതും ബ്ലിങ്കിറ്റിന്റെ കവറിൽ. വണ്ടി ഗായ്സ് ഇന്ന് വെള്ളപ്പൂ പറിക്കാൻ പോവുക. നമ്മൾ ഹരിയാനയിലത്തെ പൂക്കൾ വെച്ചാണ് നമ്മളിന്ന് പൂ ഇടാൻ പോകുന്നത്. ഓക്കെ. ഈ സോക്സ് നല്ല പരിചയമുള്ള സോക്സ്. എൻ്റെ എന്ന് തോന്നുന്നു. ഒരുത്തം പുല്ല് തിന്ന് നോക്കണ്ടത് മണമില്ല. പെട്ടെന്ന് പറക്കടാ. സെക്യൂരിറ്റിക്കാർ നമ്മളെ പറയും. ഗൈസ് നമ്മൾ ഇന്ന് തല്ല് കിട്ടാതെ ഓടണം. എങ്ങനെയാന്ന് കാണിച്ചു തരാം. സോറി ക്യാമറ. ഈ വീഡിയോ ഒക്കെ ഇടുമ്പോൾ നല്ല ബീജിയം ഒക്കെ ഇടണം. നീ ഇതെന്ന് പറിച്ചറിയാനത് പയ്യെ പറക്കണ വീഡിയോ അഭിനയാണ്ടോ. അവിടെ ബീജിയം ഇടണം.
നമുക്ക് കുറച്ച് വെള്ളപ്പൂ കിട്ടിയിട്ടുണ്ടോ? ഈ വെള്ളപ്പൂ എന്ത് ചെയ്യാം? വെള്ളപ്പൂ ഇല ഇതൊക്കെ പറിച്ച് വെക്കാം. ഇന്ന് ഇടി കിട്ടും തോന്നുന്നു നാട്ടുകാരുടെ ആവശ്യമില്ല. ഇങ്ങനെ എടാ ഈ ഇല കുറച്ചും പറിച്ച് വെക്കാം വെറുതെ. എടാ എടാ ഓണം വൈബിൽ നിക്കടാ. അതെങ്ങനെ മറ്റേ പൂ പറിക്ക് പൂവേ അങ്ങനെ നിക്ക്. അവിടുന്ന് ആ മോനെ പിങ്കും റെഡും ഒക്കെ ഉണ്ടോ അവിടെ. എടാ ഇത് പറിക്കാം പാ. പറിക്കാം കമോൺ. ഇവിടെ 1 2 3 എണ്ണേ ഉള്ളൂ. അത് ഞങ്ങളങ്ങ് എടുക്കുന്നു. ഞങ്ങൾക്കത് വേണം. തുറക്കട കവറേ. അയ്യോ അപ്പുറത്തുള്ള ആരൊക്കെ വരുന്നു. ഞങ്ങൾ ഇത് തണ്ടുടക്കുന്നത് ചെടി നടാനല്ല ഇത്. എടാ റോസാപ്പൂ അവിടെ ഒരെണ്ണേ ഉള്ളൂ. അങ്ങ് എടുത്തോ. ഒരെണ്ണല്ലേ ഉള്ളൂ. ഒരെണ്ണേ ഉണ്ടായുള്ളൂ. അതങ്ങ് എടുക്കായിരുന്നു. ഇനി നമുക്ക് വീണ്ടും എന്തുണ്ടാവും. ഈ കവർ മൊത്തം നിറയണം. അയ്യോ ഈ കവർ മൊത്തം നിറയണം. ഇപ്പോ ഇത്രയേ ഉള്ളൂ. മൂക്കിപ്പിടിയുടെ അത്രയേ ഉള്ളൂ. കുറെ പച്ചില വേണം നമുക്ക്. മനസ്സിലായോ? കുറെ പച്ചിലകൾ വേണം. ഇവിടെ എന്തായാലും നമുക്ക് ജമന്തിപ്പൂ മറ്റേ പൂ മറച്ചപ്പൂ അതൊന്നും കിട്ടത്തില്ല. സോ ഉള്ള പൂ കൊണ്ട് സെറ്റ് ഗായ്സ്. വാഴയില കിട്ടിയോ? വാഴയില കൈകൊണ്ട മറ്റേ സാധനം ഉണ്ടറാ. കൊലയുണ്ടറാ. കൊലക്ക് ഇടി കിട്ടും. ആ ഈ ഇല കൊള്ളാം. ഈ കാണുന്ന 4 ഇല അങ്ങ് എടുത്താലോ? ഈ ഇല ആ ഇല നിനക്ക് എനിക്കും അത് അജുനുള്ള ചെറുത് ഡോണയ്ക്ക് അത് കൊടുക്ക. എങ്ങനെ ഇവിടെ ആരും ഇല്ലടാ. ഇവിടെ ആരുടെ ഇല്ലത്. നമുക്ക് ആദ്യം വാഴയില അങ്ങ് എടുത്തിട്ട് അങ്ങ് ഓടിയാലോ. എന്നിട്ട് ഫ്ലാറ്റിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് തിരിച്ചു വന്നാലോ? സാപ്പിട മാതിരി എന്നല്ലേ. ഇടി കിട്ടണമെങ്കിൽ കിട്ടട്ടാ. നമ്മൾ ഓടും. എടാ ലാസ്റ്റ് വന്ന് പറിക്കാം. അതായിരിക്കും ഉചിതം. അപ്പേക്ക് വേറെ ആരും വന്ന് മഴ ഇല കൊണ്ടുപോയാൽ പറയില്ല. തങ്ങഞ്ഞടുത്ത് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു. കാരണം ഒരു സാധനം മാറ്റിയെടുക്കണ്ടായിരുന്നു. ലൂസ് ശർക്കര പറഞ്ഞപ്പോൾ വലിയ 2 അവലൂസുണ്ട പോലത്തെ ഉണ്ട്. 3 ശർക്കര തന്നു. സോ ഞങ്ങൾ മാറ്റിയെടുക്കാൻ പോകുന്നു. ലൂസായിട്ട് തരാൻ പോകാൻ. അമ്മേ വെയില്. എവിടെ വാഴയില? ഇതെന്തോന്നു? ഇതിന് വയ്യാണ്ടിരിക്കുക. വളരട്ടെ അവര്. ഹാപ്പി ആണോ? ഈ അവിടെയും വാഴ. നിറച്ച് വാഴയാണല്ലോ ഇപ്പൊ. ഈ ഓണത്തിന് വാഴയില്ല എന്നുള്ള വിഷമമായിരുന്നു. ഇപ്പൊ നിറച്ച് വാഴയാ. അവിടെ ഇവിടുന്ന് പറിച്ചാലും ഇതാകുമ്പോ അധികം ആരും കാണത്തില്ല. ഈ ആൽബി പ്രിപ്പയർഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. വാഴയില് ഞങ്ങളിതാ വരുന്നു. എടാ ഈ വാഴേനെ ആരോ കല്യാണം കഴിച്ചാണല്ലേ. പൂവും താലിമാല എന്തൊക്കെയുണ്ട്. ആരോ വാഴ കല്യാണം കഴിച്ചെന്നു തോന്നുന്നു. നമുക്ക് പോവാ. നമുക്ക് ആ കല്യാണം കഴിക്കാത്ത സിംഗിൾ വാഴേനെ മുറിക്കാം. വാ. ആ കൊലച്ച് നിൽക്കുന്ന വാഴേനെ മുറിക്കാം. ഒരു ഭാര്യയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആരൊക്കെ താലിമാല പോലെ എന്തൊക്കെയുണ്ട് കഴുത്തില്. പൂവൊക്കെ ഉണ്ട്. ഇന്നലെ കല്യാണം കഴിഞ്ഞാന്ന് തോന്നുന്നുണ്ട്. വെറുതെ കെട്ടിയോളെ കൊണ്ടുപോയി നടാന്നിട്ട് പിന്നെ അല്ലത് മട്ടടിക്കും. നമുക്കിനി മറ്റേ വാഴ എടുക്കാം. ഇന്ന് ഞങ്ങൾ ഇടി വാങ്ങും. ഓണത്തല് കണ്ടില്ല എന്നുള്ള പരാതി വേണ്ടെന്ന്. നല്ലാത്തയും തല്ല് കിട്ടും. നിരന്ന് പിടിച്ച് കിട്ടും. നിനക്ക് ആദ്യം കിട്ടൂടാ. ഇന്ന് ഈ സൊസൈറ്റിക്കാരെല്ലാരും വട്ടടിക്കുന്നതാണ് സത്യം. ഞായറാഴ്ചക്കാരെല്ലാം വീട്ടിൽ ഇങ്ങനെ കുരുവിട്ടിരിക്കണ്ടാവും. ഇന്ന് കിട്ടും. വയറും നിറയും മനസ്സും നിറയുന്നു. എവിടാ വാഴ? ഏരിയ ക്ലിയർ ആണ്. ആരുമില്ല. ഫോൺ എങ്ങനെ പിടിക്കാനാടാ ഗായ്സ്? വാഴയിലും ഞങ്ങളും. എടാ ഇത് തന്നെ. അയ്യോ വാഴയില മുറിയുന്നു. കിട്ടി 1. വേഗം 2. അതെടുത്തോ. അതാ ചുണ്ടെടുക്ക. 3. ഇനി ഇത് തന്നെ. എടുത്തോ. 4. കിട്ടി വാഴ കിട്ടി. സക്സസ്ഫുള്ളി വാഴയില കിട്ടി ഗൈസ്. ആരും കണ്ടില്ല എന്ന് വിശ്വസിക്കുന്നു. വാഴയില ഇവൻ കൈ കൊണ്ട് മുറിച്ചു. കില്ലാടി.
വേഗം പോ, ഇല്ലെങ്കിൽ കുനിച്ചേർത്ത് ഇടി കിട്ടും. കിട്ടി ലിഫ്റ്റ് കിട്ടി. വാഴയില കിട്ടി, സാധനം കിട്ടി. ഡിങ്ക് എടുക്ക ലിഫ്റ്റ് ഒന്ന് പോത്. ഡോണ അവിടെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. വാഴയില കിട്ടുന്ന കാര്യം ഉറപ്പില്ല. ബെല്ലടിയാ ഗായ്സ്, ഒരു സർപ്രൈസ് ഉണ്ട്. തനക്ക് വാഴയില കിട്ടി. അതിസാഹസമായി ഞങ്ങൾ ഏതൊക്കെയോ 4 സൈസ് കളി നമ്മളോട്. എങ്ങനെയുണ്ട്? വാഴയില കിട്ടി ഗായ്സ്. നിറച്ച് പൂവിട്ടുണ്ട്. നിറച്ച് കവിഞ്ഞ പൂക്കളാണ്. പിന്നെ അത്തപ്പൂക്കൾ ഞാന് താമര കൊണ്ടുവരാൻ. ഇത് കിട്ടിയതിന്റെ ഭാഗ്യം അറിയോ? ഇത് മതി. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടാണ്, ഒന്നും വാങ്ങാതെ ഭയങ്കര ഉള്ള പൂവച്ചന്റെ നൊക്ലാച്ചിയ പൂക്കളാണ് ഇടാൻ പോകുന്നത്. പക്ഷെ ഇവന്മാർ ചെടി വരെ പറിച്ചോണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തിനാണ് അതിനെ കൊന്നത്? ഫ്ലാഷ് ബാക്ക്. ഞങ്ങൾ ഇത് തണ്ടോടക്ക ചെടി നടാനല്ല ഇത്. അവനെ കൊന്നേ മക്കളെ. എല്ലാം നിരാശ നൂലമാല എന്നത് മാഷ. ഓക്കെ, ഇടാം. അങ്ങനെ ഞങ്ങളുടെ നീണ്ട പരിശ്രമങ്ങൾക്ക് ശേഷം ഇട്ടു. ബഡ്ജറ്റ് ഫ്രണ്ട്ലി പൂക്കളം. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ പൂക്കള്. ഗായ്സ്, ഈ ഗണപതി ഒറ്റയ്ക്ക് നിന്ന് തിന്നുന്നു. അടിയെ വടിച്ച് തിന്നുന്നു. ഗായ്സ്, ഇത് തിന്നു കഴിഞ്ഞിട്ടുള്ള ഷോട്ടല്ല. ഇത് സാധനം മാറ്റി വെച്ചിട്ട് ആർത്തി മുറുത്ത് പ്രാന്താവെന്ന് കേട്ടില്ലേ? അതുകൊണ്ട് നീ തിന്ന് സഹായിക്കുന്നു. ഗണപതിക്ക് ഇത് സ്പീക്കർ, ഫാൻ്റെ ഗണപതിക്ക് കൊടുത്തിട്ടേ കഴിക്കാവൂ. വെളിയിൽ നിന്ന് എടുത്തോ. 1 2 3 4 ഉരുട്ടി തിന്നുന്നു. ചോറായിട്ടില്ല. തിന്നു കുത്തിക്കറ്റി. കിച്ചണിലാകെ ഹരിബറിയാണ്. ഇവിടെ വൻ പാചകമാണ്. ഇവിടെ മാറിക്ക്. ഇതാരാ? ഡോണ എന്തൊക്കെയായി? അതടിച്ചു കഴിയട്ടെ. അവിയലിനുള്ളത് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാര്? കട്ടിപ്പരിപ്പ്, ഓലൻ, മെഴുക്കുവരട്ടി, കോവയ്ക്ക മെഴുക്കുവരട്ടി, ക്യാരറ്റ് മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. നമ്മൾ ഒരു റീൽ എടുക്കാൻ പോവാണ്. ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇളക്കൂല, ഞാൻ പോവും എന്ന് പറയണ അറിയും. സാധനങ്ങൾ ഓരോന്നോരോന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. കാരണം കിച്ചണിൽ സ്ഥലമില്ല. കാളൻ വന്നു, ഓലൻ വന്നു, തോരൻ വന്നു. അടുത്തത് പയ്യെ. ഇങ്ങനെ തന്നിട്ട് പോയി. നെക്സ്റ്റ് ഇനിയുണ്ട്. സാമ്പാർ, പാപ്പാൻ. വരട്ടെ എല്ലാം വരട്ടെ. ഞാൻ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരാം ഗൈസ്.
അജ്മീനെ കസിമിനെ കുറച്ചു നേരം അടുക്കളയിൽ നിന്ന് മിസ്സാകുന്നു. ഇവിടെ ഞങ്ങൾ അട ഉണ്ടാക്കുന്നു. ഞാനത് മുറിച്ചോണ്ടിരിക്കുകയാണ്. ഡോണ അട ഉണ്ടാക്കുന്നു. ഇതാണ് അട ഉണ്ടാക്കുന്ന പ്രോസസ്. ഇങ്ങനെയാണ് അട ഉണ്ടാക്കുക. ഹോം മെയ്ഡ് അട. കുറച്ചും വില കൂടിയാവാം. ഞാൻ ആ എസ്തറ്റിക് പിടിക്കാനാണ്. ഏയ് ഇതൊരു കൂടി കുറച്ച് ഗായ്സ് നമ്മുടെ പരിപാടികൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയി വരുന്നു. ലാസ്റ്റത്തെ ഒരു ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശപ്രിയമായൊരു കാഴ്ചയാണ് കണ്ടിട്ടിരിക്കുന്നത്. അവസാന നിമിഷം ആവേശഭരിതമായ മത്സരത്തിലേക്കാണ് കടന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. അതെ, എല്ലാരും ഓടുന്നു 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 ഓടുന്നു. ആൽബിനെ കാണുന്നില്ല. ഉപ്പന്തിയെ ഇടാനായിട്ട് എന്നെ ക്ഷണിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ. മുളക് പൊടി ഇടുന്ന ചടങ്ങാണ് അടുത്തായി നടക്കാൻ പോകുന്നത്. എനിക്ക് കയ്യില്ല കൈസ്. വേണ്ട എന്നാണ് പറയുന്നത്. കാരണം ഭയങ്കര ഇരുപാടെന്നാണ് പറയുന്നത്. സെറ്റ് വരുന്നുണ്ടോ? പവർ കയറി ഡോണയ്ക്ക്, പവർ കയറി. ഗൈസ് ഡിസ്ക്ലൈമർ ഉണ്ട്, ആരും ഇത് കൊതി വിടരുത്. സോ ഗൈസ്, രാവിലത്തെ ഒരു മൊത്തം ശേഷം സദ്യ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഞാൻ താടിക്കുന്നു പറഞ്ഞു സുന്ദരനായി. അങ്ങനെ രാവിലെ മുതൽ പൂക്കൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി പൂക്കൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫുഡ്, അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ഓണസദ്യ റെഡിയാക്കി. അതെ ഇത്ര ഉണ്ടാക്കിയുള്ളൂ. നിങ്ങള് കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ. കുറച്ച് ഐറ്റംസ് മാത്രം. ഇത്ര സാധനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയത്തില്ല. ഇത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡോൺ പറയും. പപ്പടം, രസം, സാമ്പാറ്, കട്ടിപ്പരിപ്പ്, ബീട്രൂട്ട് തോരൻ, എരിശ്ശേരി, കടുകുമാങ്ങ, അച്ചാറ്, കട്ടുമാങ്കോ, സോറി, തോരൻ, ക്യാബേജും ക്യാരറ്റും തോരൻ, ഓലൻ, പിന്നെ ക്യാരറ്റ് മെഴുക്കുവരട്ടി, പിന്നെ പുളിയിഞ്ചി, കാളൻ, കട്ടിപ്പായസം, സേമിയ, പിന്നെ മെഴുക്കുവരട്ടി, വെണ്ടയ്ക്ക, പിന്നെ പച്ചടി, കിച്ചടി, പിന്നെ മെഴുക്കുവരട്ടി, ചിപ്സ്, ശർക്കര വരട്ടി, അവിയല്, അടപ്രഥമൻ, പാലട, ഇത് പഴം വിളയിച്ചത്, ചോറ്, ഞങ്ങൾ ഓണം ഫുഡ് കഴിക്കിട്ട് വിശന്നിട്ട് പോയാ എന്തെങ്കിലും കഴിക്കട്ടെ. ഇതൊക്കെ ഇനി വിളമ്പി കഴിഞ്ഞ് ഇനി ഒരു കഴിക്കുന്ന ടൈം ലാപ്സും കാണിച്ച് നിങ്ങളെ കൊതി പറ്റിച്ചിട്ട് നമ്മൾ നിർത്തുന്നതാണ്. എല്ലാരും വിശന്നിരിക്കുന്നുണ്ട്, ഒന്നും പറയാല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇത്തിരി എടുത്ത്, ഇത് ഇത്തിരി ഇവിടെ വെച്ച്, ഇതും കുറച്ചിപ്പുറത്ത്, ഇതിവിടെ, ഇനി ഇവിടെ, ഇതിവിടെ, ഇതിവിടെ എല്ലാം ഉണ്ട്. നിങ്ങൾ കൂട്ടാതെ കുറച്ച് അവിയില്, തുണ്ട് പപ്പടം, ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കുഴച്ച്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ ആയിട്ടാണ് സെറ്റപ്പ് സാധനം. ഒന്നും പറയാനില്ല. ആൽബിയുടെ കഴിഞ്ഞ് ഇല വരെ തിന്നവൻ.
എന്ത് തോന്നുന്നു? ഇത്രയും ചോറ് ഇത് രണ്ടും കുറച്ച് കഴിക്കുന്ന അജ്മീൻ കാസിയും ഇന്ന് ഈ കുക്കർ മൊത്തം തിന്നു കൊടുക്കും. സദ്യയല്ലേ ഈ കറികൾ തിന്നുമ്പോ തന്നെ വയറ് പറയും. ഇനി പായസം ഉണ്ട് 3 എണ്ണം. ഇനിയിപ്പൊ എല്ലാരും ഇനി ആർത്ത് വിളിച്ച് തിന്നാൻ പോവാണ്. ഇനി തിന്നു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ നമുക്ക് കാണാം. ഇനി പപ്പടം കൊണ്ട് എടുത്തിങ്ങനെ നമുക്ക് ഇങ്ങനെയാണ് ഫുഡ് കഴിക്കേണ്ടത്. ഇതേ കിടന്നൊക്കെ തിന്നുന്ന ഒരാള്. ആൽബി പായസം തിട്ട് തുടങ്ങി. ഞാൻ കോൺസെൻട്രേഷൻ ആണ്. ഇത് എങ്ങനെ സ്റ്റെപ്പ് മനസ്സിലാക്കട്ടെ? കോൺസെൻട്രേഷനോടെ എങ്ങനെ അല്ല ഇനി എന്തോ മിക്സ് ചെയ്തു ഞാൻ. എന്തൊക്കെ ഇട്ട് നീ ഇപ്പൊ? ഞാൻ പായസം വെച്ചു, പഴം ഇട്ടു. പ്രഥമനാണോ നീ ഇപ്പൊ ഒഴിച്ചത്? എന്തായാലും ഇനി എന്താ ഇച്ചിരി സേമിയ കൂടി ഇട്ടാ പൊടി. ഓ ചിപ്സ് ഞാൻ മിക്സ് ചെയ്തതാണ്. ചിപ്സ് ഇട്. എന്റെ മോനെ സെറ്റ് ഇങ്ങനെ പൊടിയടാ. ഞങ്ങള് വീഡിയോ കേട്ടോ ഡാൻസിന്റെ വീഡിയോ. പപ്പടം ഉണ്ണിക്കാൽ വളരെ വളരെ വായനോട്ട് വെക്ക്. ഇതിന്റെ പേരെന്തായിരുന്നു സുനയുടെ? പഴം വരട്ടി. ഇതെടുത്തിട്ട് അവൾ അവിടെ നിന്നിട്ട് പറയാം കാണിക്കാൻ. ഞാൻ പ്ലേറ്റിലാണല്ലോ തിന്നുന്നേ, എടുത്ത് കാണിക്കാൻ. ആദ്യം ഞാൻ പൊക്കിക്കൊണ്ടാണ് അവിടേക്ക്. ഒരുത്തൻ തിന്ന് കഴിഞ്ഞത് ഇല മടക്കി അപ്പുറത്തോട്ട് കൊടുക്ക്, ചൂണ്ടിട്ടടിക്കുന്നെ. ഇനി നമുക്ക് ഇത് ദൈവമേ, ഇവിടെ ഇന്ന് എന്റെ മേത്ത് പായസ അഭിഷേകം ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ, ഇവിടെ ഇവിടെ നടിക്കല് ഹയ്യായിപ്പോ. ഇവിടെ ഒരുത്തി ഹയ്യായി, ഇതേ കിളിയും പോയി. ഇനി ഇതെടുത്തിട്ട് കുഴച്ച് 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 കുറച്ചതും കുറച്ച് ഇതൊക്കെ ആയിട്ട് അളന്നൊക്കെ ഒഴിക്കണേ സുഹൃത്തുക്കളെ. തൊട്ടപ്പുറത്തെ എടുത്ത് കഴിക്കടാ. എന്റെ തിന്ന പായസം കഴിച്ച് ഞാൻ നിർത്തി. ഇത് മാത്രം ബാക്കിയുള്ള ഏതത്? അത് വേണ്ടത് തിന്നണ്ട. നാക്ക് 75 ഐറ്റം തിന്നു നിർത്തു. 1 hour later. വയ്യ, ഒട്ടും വയ്യ, കഴിച്ച് ഹയ്യ. എല്ലാരും കഴിച്ച് ഹയ്യായി. അപ്പൊ ഞങ്ങള് സൂപ്പർ സദ്യയായിരുന്നു ഇന്നത്തെ. സോറി, ഡോണ്ട് മൈൻഡ് ദ ബാക്ക്ഗ്രൗണ്ട്. ഇത് ഡോണ ഷെഫ് നമ്മുടെ ഡൽഹിയിലെ ലാസ്റ്റ് ഓണം അല്ല, കോളേജിലെ ലാസ്റ്റ് ഓണം ആയിരുന്നു ഗൈസ്. സോ ഞങ്ങൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്ക് എണീക്കാൻ സുഹൃത്തുക്കളെ. ബൈ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്തിനി വേഗം ഇത്തിരി നേരം പറ്റി പിടിച്ചു ഞാൻ നിന്നുടെ മൃദുല പ്രതലമധികം മധുരമതി മനോഹരം. പിന്നോ